സ്മൃതി പരുത്തിക്കാട്. വരുന്ന ഞായറാഴ്ച രാംലീല മൈതാനത്താണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം. അത് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധമല്ല, ബഹുജന പ്രക്ഷോഭമാണ് എന്ന് പ്രതിപക്ഷം പറയുന്നു. മറുവശത്ത് ആപ്പ് ഭരിക്കുന്ന പഞ്ചാബിലേക്കും ഇഡിയുടെ ശ്രദ്ധ തിരിക്കുകയാണ് ബി.ജെ.പി. മദ്യനയക്കേസിലെ മാപ്പുസാക്ഷിയിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വഴി 59 കോടി വാങ്ങിയ ബി.ജെ.പി. കൂടുതൽ പ്രതിപക്ഷ നേതാക്കളിലേക്ക് നീങ്ങുകയാണ് എന്ന സൂചന നൽകിക്കഴിഞ്ഞു. പടരുമോ പ്രതിഷേധം? ചർച്ചയിൽ CPM പ്രതിനിധിയായി നിതീഷ് നാരായണൻ, കോൺഗ്രസ് പ്രതിനിധിയായി മാത്യു ആന്റണി, ബി.ജെ.പി. പ്രതിനിധി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു എന്നിവരാണ്. അഡ്വക്കേറ്റ് M.R. അഭിലാഷും അല്പസമയത്തിന് ശേഷം ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ പ്രകാശ് ബാബു, പ്രതിപക്ഷമില്ലാത്ത, എതിർ ശബ്ദങ്ങളില്ലാത്ത രാജ്യമാണോ ബി.ജെ.പിയുടെ സ്വപ്നം? ആ ചോദ്യം തന്നെ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് സ്മൃതി. കാരണം പ്രതിപക്ഷമില്ലാത്ത ഒരു രാജ്യമാണോ ഇന്ത്യ എന്ന് ചോദിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇന്ത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നടക്കേണ്ട രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടന്നു. ഇന്ത്യ രാജ്യത്ത് NDA അഥവാ ബി.ജെ.പി. നേതൃത്വം കൊടുക്കുന്ന NDAക്ക് ജനങ്ങളോട് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UPA അവർക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറഞ്ഞു. ഇടതുപക്ഷം അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. അവസാനം ഈ രാജ്യം ഭരിക്കാനുള്ള മാൻഡേറ്റ് ഈ രാജ്യത്ത് ബി.ജെ.പി. നേതൃത്വം കൊടുക്കുന്ന NDAക്കാണ് ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ 2019 കാര്യമല്ല ചോദിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷ സ്വരം വേണ്ട, പ്രതിപക്ഷം വേണ്ട, ഒരൊറ്റ പാർട്ടി മതി, അത് ഭരിക്കുന്ന പാർട്ടി എന്നതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ സ്മൃതി പരുത്തിക്കാടിന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ബഹുഭൂരിപക്ഷം പേർക്കും അങ്ങനെ തോന്നുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യ രാജ്യത്തൊരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ഭരണം നടക്കുന്നുണ്ട്. പക്ഷേ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്ത് അഴിമതി നടത്തുന്നവരെയും അല്ലെങ്കിൽ നിയമം ലംഘിക്കുന്നവരെയും അവർക്കെതിരെ ഏതെങ്കിലും ഏജൻസികൾ, നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഏജൻസികൾ നടപടിയെടുക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വായ അടപ്പിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അത് ജനാധിപത്യ സംവിധാനത്തോടും ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോടും ഉള്ള ബഹുമാനക്കുറവും അതിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ്. ഈ രാജ്യത്ത് എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള ഭരണപക്ഷത്തിന്റെ വേഗത്തിലുള്ള നീക്കം, പരാതികളായാലും അങ്ങനെയുള്ള നീക്കം, കേന്ദ്ര ഏജൻസികളുടെ വേഗത്തിലുള്ള നടപടി, അതിനെ എങ്ങനെയാണ് ബി.ജെ.പി. വിശദീകരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള നീക്കത്തെ പറ്റിയാണ് ചോദ്യം. സ്മൃതി, ഈ രാജ്യത്തെ ഗവൺമെൻറ് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യും. ഈ രാജ്യത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുണ്ടെങ്കിൽ അവർക്ക് എന്താണോ അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്റ്റാറ്റ്യൂട്ടറി ബേസ്, അതിനെ ബേസ് ചെയ്ത് അവർ പ്രവർത്തിക്കും. കേരള സംസ്ഥാനത്തെ ഗവൺമെൻറ് അതിൻ്റെ പണിയെടുക്കും. കേരള സംസ്ഥാനത്തുള്ള അന്വേഷണ ഏജൻസികളുണ്ടെങ്കിൽ അവരുടെ പണിയെടുക്കും. ഇത് കേന്ദ്ര ഗവൺമെൻറ് ആകുമ്പോൾ അന്വേഷണ ഏജൻസികൾ നിയമാനുസൃതമായി പ്രത്യേക നിയമത്തിൻ്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അത് നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഗവൺമെൻറ്റാണ് എന്നാണ് അങ്ങയുടെ ഭാഷ്യമെങ്കിൽ അത് തെറ്റാണ്. ഈ രാജ്യത്ത് ഞങ്ങൾ ബി.ജെ.പി. ഗവൺമെൻറ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നുണ്ട്. അങ്ങനെ ഭരിക്കുമ്പോൾ ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇത്തരത്തിലുള്ള അഴിമതി നടത്തുന്നവർക്കെതിരെ നടപടി വരും, നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി വരും. അതൊക്കെ ഈ രാജ്യത്ത് സംഭവിക്കും. ഇത് ജനാധിപത്യ സംവിധാനമാണല്ലോ. ഇതിപ്പോൾ നമ്മുടെ സ്മൃതി പരുത്തിക്കാടോ അല്ലെങ്കിൽ പ്രകാശ് ബാബു പറയുന്നത് പോലെ അല്ലല്ലോ ഇന്ത്യ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ ഈ നിയമാനുസൃതമല്ലാതെ ഇവിടുത്തെ പൗരൻ്റെ മൗലിക അവകാശത്തെ ലംഘിച്ചുകൊണ്ട്, നിയമപരമായ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പരമോന്നത നീതിന്യായ പീഠമൊക്കെ ഈ രാജ്യത്തുണ്ടല്ലോ. അതിലെയും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിലുമുള്ള വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഭാഷ്യം ഈ ചോദിച്ച ചോദ്യത്തിന് നിയമവ്യവസ്ഥയിലാണ് വിശ്വാസം. അല്ലല്ല ശ്രീ പ്രകാശ് ബാബു, നിയമവ്യവസ്ഥയിലാണ് വിശ്വാസം. അതാണല്ലോ ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ വിശ്വാസമുണ്ട്. അവസാനം കോടതിയേ ഉള്ളൂ എന്നൊരു പ്രതീക്ഷയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചുള്ളത്. ശ്രീ പ്രകാശ് ബാബുലേക്ക് വരാം. ശ്രീ മാത്യു ആന്റണിയിലേക്ക്.
അല്ല അങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ടിൽ ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് അത്ര നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ രാജ്യത്തെ ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ പോകാത്തൊരു കോടതിയില്ല, ഒരു കോടതിയും മറച്ചു തടഞ്ഞിട്ടില്ല, ഒരു കോടതിയും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസി മദ്യനയ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന ശരത്ചന്ദ്ര റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കിയത് എപ്പോഴാണ്? ഈ രാജ്യത്തെ വിശ്വാസം എന്ന് പറയുന്നത് 135 കോടി ജനങ്ങളുടെ താങ്കൾ വിശ്വാസം. ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. വസ്തുതകൾ മുന്നിലുണ്ടല്ലോ പ്രകാശ് ബാബു. വിശ്വാസമല്ല, 135 കോടി ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നതാണ്. അതെ, ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കുറച്ചുകൂടി വിശ്വാസയോഗ്യമായി ഒന്ന് പറയൂ. ശരത്ചന്ദ്ര റെഡ്ഡി മാപ്പുസാക്ഷിയായ ശേഷം എങ്ങനെയാണ് മാപ്പുസാക്ഷിയാകുന്നത്? എന്തുറപ്പിന്മേലാണ് മാപ്പുസാക്ഷിയാകുന്നത്? അതിനുശേഷം എത്ര കോടിയുടെ ഇലക്ട്രൽ ബോണ്ടാണ് ഇയാൾ വാങ്ങിയത്? എങ്ങനെയാണ് അത് BJPക്ക് നൽകിയത്? ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നല്ലോ. ആദ്യം കേജ്രിവാളിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ശരത്ചന്ദ്ര റെഡ്ഡി ജയിൽവാസത്തിന് ശേഷം കേജ്രിവാളിനെ കണ്ടു എന്ന് പറയുന്ന മൊഴി തിരുത്തുന്നത് ഏത് ഘട്ടത്തിലാണ്? ഇത് നമ്മൾ കാണുകയാണല്ലോ. അപ്പോൾ താങ്കൾ ഈ പറയുന്ന സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസിയുടെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, കണക്കുകളും നമ്മുടെ മുന്നിലുണ്ട്. ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസി, ശ്രീ പ്രകാശ് ബാബു, ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസി 95% പ്രതിപക്ഷ നേതാക്കളെ മാത്രമേ വേട്ടയാടിയിട്ടുള്ളൂ. കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. 95% പ്രതിപക്ഷ നേതാക്കളെ മാത്രം. അതെ, പ്രതിപക്ഷ നേതാക്കൾ മാത്രമല്ലേ ഇവിടെ അഴിമതിയിൽ പെടുന്നുള്ളൂ. 95% പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ മാത്രം. നോക്കൂ 2002 ഈ നിയമം വന്ന ശേഷം 4700 കേസുകളാണ്. 4700 കേസുകൾ വന്നപ്പോൾ 313 പേർ അറസ്റ്റിലായി. ശിക്ഷിക്കപ്പെട്ടത് വെറും 23 പേരാണ്. അതായത് കോടതിയിൽ തെളിഞ്ഞത് വെറും 23 പേരുടെ കുറ്റമാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ പ്രതികാര നടപടി എത്രത്തോളം ഉണ്ട് എന്നതിന്റെ കണക്കാണ് ആദ്യം പറഞ്ഞത്. ഞാൻ താങ്കളിലേക്ക് വരാം. നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ചർച്ചയല്ലല്ലോ, പ്രതിപക്ഷത്തിനും ശബ്ദം വേണം. വസ്തുതാ വിരുദ്ധമായ കാര്യം പറഞ്ഞു പോകാൻ ഞാൻ വിടില്ല. വസ്തുതാ വിരുദ്ധമായ കാര്യം അങ്ങനെ പറഞ്ഞൊന്നും സ്മൃതി പോണ്ട. എന്താണ് വസ്തുതാവിരുദ്ധം? പറയൂ. സ്മൃതി പറഞ്ഞല്ലോ. സ്മൃതി ഞാൻ കണക്ക് പറഞ്ഞുതരാം. 2004 മുതൽ ED 5906 കേസ് രജിസ്റ്റർ ചെയ്തു. 1. 2, സ്മൃതിക്ക് അറിയാമെങ്കിൽ അതിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത് 1142. ഇനി ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ടർ ചാനലിന്റെ ആങ്കറായിട്ട് നിൽക്കുന്ന സ്മൃതി ഈ 1142 കേസ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു, അതിൽ 24 മാത്രമേ ശിക്ഷിച്ചു എന്ന് പറയുമ്പോ താങ്കൾ ഈ ഇത് കേൾക്കുന്ന ഇതിന്റെ ശ്രോതാക്കളുടെ ആ ഒരു കോമൺ സെൻസിനെ ചോദ്യം ചെയ്യരുത്. സ്മൃതി അങ്ങനെ ഉരുളണ്ട. സ്മൃതി 25 കേസ് മാത്രമേ കോടതി ഡിസ്പോസ് ചെയ്തിട്ടുള്ളൂ. 25 കേസ് മാത്രമേ സ്മൃതി ഡിസ്പോസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു വർഷങ്ങളോളം എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. എത്ര കൊല്ലം വേണമെങ്കിലും ഇങ്ങനെ ജയിലിൽ കിടക്കാം, തെളിയാതെ ഇങ്ങനെ കിടക്കാം, നീട്ടിക്കൊണ്ടുപോകാം, നിങ്ങൾ തീരുമാനിക്കും. ശ്രീ പ്രകാശ് ബാബു, താങ്കൾ ഭരണത്തിലെ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കരുത്, ബാക്കിയുള്ളവർക്കും സംസാരിക്കണം. ശ്രീ മാത്യു ആന്റണി, പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ രാംലീല മൈതാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് മിണ്ടാണ്ടിരിക്കൂ, എല്ലാവരും പറയട്ടെ. പ്രകാശ് ബാബു, ബാക്കിയുള്ളവർക്കും സംസാരിക്കണം, ഒന്ന് ക്ഷമിക്കൂ. ശ്രീ മാത്യു ആന്റണി, തെറ്റൊന്നുമല്ല. 25 പേരെ ശിക്ഷിക്കപ്പെട്ടു. താങ്കൾ കണക്ക് പറയൂ. ശിക്ഷിക്കപ്പെട്ടതിന്റെ കണക്ക് പറയുമ്പോൾ താങ്കൾ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറയുന്നത്? ഇല്ല, എനിക്ക് ബാക്കിയുള്ളവർക്ക് പോകണം, ബാക്കിയുള്ളവരിലേക്ക് പോകണം. താങ്കളിലേക്ക് വരാം. പ്രകാശ് ബാബു, താങ്കളിലേക്ക് വരാം. സംസാരിക്കായിരുന്നല്ലോ ഇത്രയും നേരം. മാത്യു, താങ്കൾക്ക് പറയാം. നിങ്ങൾ രാംലീല മൈതാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോകുന്നു. അത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമല്ല, ബഹുജന പ്രക്ഷോഭമാകുമെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അപ്പുറത്ത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തു ഈ നിമിഷം വരെ? സ്മൃതി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യത നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള സമിതിയെ മാറ്റിക്കൊണ്ട് 2 സർക്കാർ പ്രതിനിധികളെ വെച്ചുകൊണ്ട് തികച്ചും ഏകാധിപത്യ രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഇപ്പൊ നടന്നേക്കുന്നത്.
അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് ഓരോ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനെന്നുള്ളത് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. രണ്ടാമത്തേത്, തെരഞ്ഞെടുപ്പ് പരാജയം BJP മുന്നിൽ കണ്ടുകൊണ്ട് BJP ആകെ വിരളി പൂണ്ട് നടക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഹേമന്ത് സോറനെ ആദ്യം അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ രണ്ടാമത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. അവർക്ക് ഡൽഹിയിലെ എല്ലാ സീറ്റുകളും നഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഒരു പ്രതിച്ഛായ തകർക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഐക്യം തകർക്കണം. ഇതെല്ലാമാണ് ബി ജെ പിയുടെ പദ്ധതിയിലുള്ളത്. ഇപ്പൊ ഈ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറഞ്ഞു BJP ഭയങ്കര പുണ്യാളന്മാരായിട്ടുള്ള ഒരു പാർട്ടിയാണെന്നുള്ളത്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒന്നും ഒരു അഴിമതിയും ഇല്ല. അവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സെൻട്രൽ ഏജൻസികളുടെ സ്വാതന്ത്ര്യത, അത് പറഞ്ഞ പോലെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടു എത്ര പേരെ റെയ്ഡ് ചെയ്തു, എത്ര പേരെ ഭീഷണിപ്പെടുത്തി, എങ്ങനെയാണ് ഈ സ്വതന്ത്ര ഏജൻസികൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്രയും നമുക്ക് പറയാനുള്ളൂ. പ്രതിപക്ഷ ഐക്യം മുന്നിൽ കൊണ്ടുകൊണ്ട് BJP തെരഞ്ഞെടുപ്പ് പരാജയം ഉറപ്പായിട്ട് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ അവർക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എക്സ്ട്രീം പൊളിറ്റിക്സ് എന്ന രീതിയിലോട്ട് അവരിപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെയാണ്, അതിനൊരു ബഹുജന പ്രക്ഷോഭമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ BJP എല്ലായിടത്തും സെൻട്രൽ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തേക്കുന്നത്. ഇത്രയും ഇവർക്ക് അരവിന്ദ് കെജ്രിവാള് അതിനെതിരെ ആദ്യത്തെ അഴിമതി ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. ആ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ മനീഷ് സിസോദിയനെ അറസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അറസ്റ്റ് ചെയ്ത 2023 ഫെബ്രുവരിയിൽ അറസ്റ്റ് ചെയ്തതാണ്. ഒരു വർഷമായിട്ടും BJPക്ക് ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു ചാർജ് ഷീറ്റോ കുറ്റപത്രമോ ഒന്നുമില്ല കേന്ദ്ര ഏജൻസികൾക്ക്. ഇപ്പോഴും അവർക്ക് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. ഇത് തന്നെയാണ് നമ്മൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ 2G കേസ് നടന്നത്. ഞങ്ങളുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന രാജയെ അറസ്റ്റ് ചെയ്തു. 10 വർഷം അയാൾ ജയിലിൽ കിടന്നു. അതിനുശേഷം വന്നപ്പോൾ കോടതി വിധി വന്നപ്പോഴത്തേക്കും കുറ്റക്കാരല്ലാന്ന് തീരുമാനിച്ചു. അത് ഈ വീണ്ടും 10 വർഷം ജയിലിൽ കിടന്ന് പോയില്ലേ, സ്പെക്ട്രം വീണ്ടും ഇപ്പൊ പൊടി തട്ടി എടുക്കുകയാണ്. കാരണം അവർക്ക് അത് അടുത്തൊരു DMK-നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് അതും ഉപയോഗിക്കണം. ഇതെല്ലാമാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നേർക്ക് നേരെ നിന്ന് നട്ടലുള്ള രാഷ്ട്രീയം ചെയ്ത് വിജയിക്കാനുള്ള കരുത്ത് ഇന്ന് BJPക്ക് ഇല്ല. അതേപോലെ പേടിയാണ്. കാരണം 12,000 കോടി രൂപയുള്ള ഇലക്ട്രൽ ബോണ്ട് അഴിമതി, അതുകൂടാതെ കോടിക്കണക്കിന് രൂപയുള്ള ഇപ്പൊ അദാനിയെ വെച്ചിട്ട് മഹാരാഷ്ട്രയിലെ 80,000 കോടി രൂപയുടെ അഴിമതിയാണ് ധാരാവി റീഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. ബോംബെ എയർപോർട്ട് GVK-നെ റെയ്ഡ് ചെയ്തിട്ട് ആ എയർപോർട്ടിന്റെ വില ഭയങ്കരമായിട്ട് കുറച്ച് കാണിച്ചുകൊണ്ടാണ് അദാനിക്ക് കൊടുത്തത്. ഇപ്പൊ പറയുന്നു അദാനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന്. അദാനിക്ക് എയർപോർട്ട് നടത്തി ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത അദാനിക്കാണ് ബോംബെ പോലത്തെ ഒരു മഹാനഗരത്തിലെ എയർപോർട്ട് കൊടുത്തത്. അതേപോലെ തന്നെ PM കെയർ ഫണ്ട് കോടതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് അതൊരു ഗവൺമെന്റ് ഫണ്ട് അല്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൽ നേടിയെടുത്ത 20,000 കോടി രൂപ അതും കറപ്ഷനാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും CSR ഫണ്ടുകൾ എടുത്തുകൊണ്ടാണ് PM കെയർ ഫണ്ടിലോട്ട് പോയേക്കുന്നത്. ഇത്രയധികം അഴിമതി കാണിച്ച, ഇത്രയധികം പച്ചക്കള്ളം ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് വിഡ്ഢികളാക്കിയ ഒരു BJP എന്ന് പറയാൻ പറ്റില്ല. 2 വ്യക്തികൾ കൂടി BJP-നെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP-യിൽ തന്നെ വളരെയധികം അമർഷമുണ്ട്. ഒരുപാട് നേതാക്കൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ 2 വ്യക്തികൾ ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എല്ലാവരും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചോദ്യം നിർത്തിക്കൊണ്ട് അതാണ് അവർ ചെയ്യുന്നത്. അനിവാര്യമാണ്, ഒഴിവാക്കാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ കേന്ദ്ര ഏജൻസികൾ ആപ്പിലെ അടുത്ത നേതാക്കളിലേക്കും കടക്കുമെന്നൊരു സൂചനയുണ്ട്. ഇപ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട പഞ്ചാബ് സർക്കാരിനെതിരെയും അവിടുത്തെ BJP പരാതി നൽകുകയാണ്. ED അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ആപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുള്ളത്? അവരെയൊക്കെ പിടികൂടുക, അങ്ങനെ ആപ്പ് എന്ന പാർട്ടി തന്നെ ഇല്ലാതാവുക എന്നൊരു ലക്ഷ്യമുണ്ടാകും. അതിലപ്പുറം പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടികളിലേക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കടക്കുമെന്നുള്ള ആശങ്കയുണ്ടോ? ആശങ്കയല്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് നടക്കുമെന്നുള്ളത്. കാരണം ആപ്പ് പഞ്ചാബിലോട്ടും പോകും. അത് കഴിഞ്ഞ് മറ്റു സംസ്ഥാനങ്ങളിൽ എവിടെയെല്ലാം പ്രതിപക്ഷമുണ്ടോ അവിടെയെല്ലാം BJP പോയിരിക്കും. BJPയുടെ ഫ്രണ്ടൽ ഓർഗനൈസേഷനായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI-യും വെച്ചായിരിക്കും അവർ നീങ്ങുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. BJPക്ക് അതല്ലാതെ നേരിട്ട് രാഷ്ട്രീയം ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലനിൽപ്പില്ല, രാഷ്ട്രീയത്തിൽ നിൽക്കാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങൾ നേരിടാനുള്ള ശക്തിയുമില്ല. അത്രയ്ക്ക് അഴിമതിയിൽ കുളിച്ച് നിൽക്കുന്ന സ്വേച്ഛാധിപത്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് BJP. നിതീഷ് നാരായണൻ, ഏതു രൂപത്തിലാണ് ഈ പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതിരോധവുമായി മുന്നോട്ട് വരാനിരിക്കുന്നത്? നിങ്ങളിപ്പോൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും, പ്രചാരണം നടത്തും. അതെത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ളത് അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രചാരണത്തിന് ചില്ലിക്കാശില്ല, ഒരു ട്രെയിൻ ടിക്കറ്റിന് പോലും കാശില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ മുറുക്കുന്നുണ്ട് ഭരണപക്ഷം. അപ്പോൾ ഇനി എന്താണ് നിങ്ങൾക്ക് മുന്നിലുള്ള വഴി? ഒന്ന്, ഇന്ത്യയിൽ ഇന്ന് അധികാരത്തിലുള്ള BJP അനുഭവിക്കുന്ന
വലിയ ഇൻസെക്യൂരിറ്റിയും ആത്മവിശ്വാസക്കുറവും കൂടി നമുക്ക് ഇതിൻ്റെ മുൻപാകെ കാണേണ്ടതായിട്ടുണ്ട്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും തങ്ങളുടെ നില അത്രത്തോളം സുരക്ഷിതമല്ല എന്ന ആത്മവിശ്വാസക്കുറവ്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിറളിപിടുത്തങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ജനാധിപത്യത്വം എങ്ങനെയെല്ലാം കശാപ്പ് ചെയ്യപ്പെട്ടാലും അധികാരത്തിൽ തുടരുക അതിനുള്ള വഴി തേടുവാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെയാണ് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, സ്വതന്ത്ര ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കള്ളപ്പണത്തിൻ്റെ കണക്ക് രാജ്യത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോഴാണ്, അതായത് സംശയങ്ങൾക്കിടയില്ലാത്ത വിധത്തിൽ കള്ളപ്പണത്തെ നിയമവിധേയമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വികൃതമായ ശ്രമത്തിൻ്റെ, അശ്ലീലമായിട്ടുള്ള ശ്രമത്തിൻ്റെ കണക്ക് സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് രാജ്യത്തിൻ്റെ മുന്നിൽ തുറന്നു വെക്കപ്പെടുകയും BJPയുടെ മുഖം വികൃതമാകുകയും ചെയ്തതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുതിയ സംഭവവികാസങ്ങളെ നമ്മൾ കാണേണ്ടത് എന്ന് കാണാം. ഇപ്പോൾ നേരത്തെ സ്മൃതി സംസാരിക്കുന്ന സമയത്ത് തന്നെ ED കേസുകളിലെ കൺവിക്ഷൻ റേറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അത് സത്യമാണ്. 2014 മുതൽ 2022 മാർച്ച് മാസം 26 വരെയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ സമയത്തിനിടയിൽ ഇന്ത്യയിലെ ED കേസുകളുടെ എണ്ണം 300 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നുണ്ട്, കേസെടുത്ത കണക്കുകളുടെ എണ്ണം. എന്നാൽ വെറും 23 എണ്ണം മാത്രമാണ് കൺവിക്ഷനിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ പറയുന്നതല്ല, പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നതല്ല. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ശിവസേനയുടെ MP ആയിട്ടുള്ള ഒരു ചതുർവേദിക്ക്, അന്ന് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു ശിവസേന, അവർക്ക് നൽകിയിട്ടുള്ള മറുപടിയിൽ കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ വെച്ച ഡാറ്റയിലാണിത് പറയുന്നത്. എല്ലാവർക്കും പരിശോധിക്കാൻ വേണ്ടി പറ്റുന്ന കണക്കാണിത്. അപ്പോൾ വളരെ കൃത്യമാണ്. അന്വേഷണ ഏജൻസികളെ, എല്ലാ സംവിധാനങ്ങളെയും പരിപൂർണമായും അട്ടിമറിച്ച് അതിനെ ഉപയോഗിച്ച് അതിനൊരു ഗുണ്ടാ പിരിവ് നടത്തുന്നവരാക്കി മാറ്റുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന തെരുവ് ഗുണ്ടകളാക്കിയിട്ട് അന്വേഷണ ഏജൻസികളെ മാറ്റി തീർക്കുക, ഇങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങളായിട്ട് മാറ്റുകയാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം സത്യസന്ധമായിട്ടാണ് നടക്കുന്നത് എങ്കിൽ ജ്യോതിരാദിത്യ സിന്ധ്യക്കെതിരായിട്ട് മധ്യപ്രദേശ് ഗവൺമെൻറ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നല്ലോ. എന്തേ അത് ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിൽ ചേർന്ന ഉടനെ അത് മാഞ്ഞുപോയി? ഹെമന്ത ബിശ്വ സർക്കാരിനെതിരായിട്ട് അഴിമതി കേസുണ്ടായിരുന്നല്ലോ. ഇന്നെന്നാ അതിൻ്റെ അവസ്ഥ? ബംഗാളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ശാരദ ചിട്ടി ഫണ്ട് കേസ്. ശാരദ ചിട്ടി ഫണ്ട് കേസിൽ പ്രതിയായിരുന്ന മുകുൾ റോയി BJPയിലെത്തി ദിവസങ്ങൾക്കകം ആ കേസ് അവസാനിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെന്ന് പറയാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ ദിവസമല്ലേ ഈ രാജ്യം നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയുടെ മകൻ, അവരുടെ ഉപാധ്യക്ഷൻ പറഞ്ഞത്, എൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു, ജയിലിൽ പോകാനുള്ള ധൈര്യം എനിക്കില്ല, അല്ലെങ്കിൽ ഈ കേസ് നടത്താൻ വേണ്ടിയിട്ടുള്ള പണമോ അധികാരമോ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ BJPയിലേക്ക് പോകേണ്ടി വരികയാണ് എന്ന് വിളിച്ചു പറഞ്ഞുവെന്ന് ഈ രാജ്യം കേട്ടിട്ടില്ലേ? എന്ത് ജനാധിപത്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇത് ഇന്ത്യൻ ജനാധിപത്യം എത്രത്തോളം ദുർബലമായിരിക്കുന്നു, ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ കൂടി ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ രംഗത്തിറങ്ങും. ഇതിനെതിരായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഈ കൊടിയ കള്ളത്തരത്തിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് തെരുവിലേക്ക് ഇറങ്ങുകയും ഇതിനെതിരായിട്ട് രംഗത്ത് വരികയും ചെയ്യുന്നത് ഈ രാജ്യം കാണും. 1. 2, ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നു, ഇന്ന് ഇന്ത്യയിലെ BJP ഒരു പരാജയത്തിൻ്റെ മുൾമുനയിലാണ് ഉള്ളത്. അവർ കർഷക സമരം അവർക്കുണ്ടാക്കിയിട്ടുള്ള തിരിച്ചടിയുണ്ട്. ഇലക്ട്രൽ ബോണ്ടിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അങ്ങേയറ്റം വികൃതമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള അവരുടെ ഇടപെടലുകൾ പുറത്തു വന്നതിലെ വേവലാതി അവർക്കുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ അവർ പരാജയപ്പെടും എന്നുള്ള ഭയം അവർക്കുണ്ട്. അതിൻ്റെ വിറളിയിൽ ഇങ്ങനെ അഴിച്ചുവിട്ട, ഭ്രാന്ത് പിടിച്ച പോത്തിനെ അഴിച്ചുവിട്ടതുപോലെ ഇങ്ങനെ വിറളി പിടിച്ച് നടക്കുന്ന ഒരു ഭരണകൂടത്തെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെതിരായിട്ടുള്ള ഒരു ഐക്യം ഇന്ത്യയിൽ ഉയർന്നു വരും. ശരി, ശ്രീ പ്രകാശ് ബാബു, താങ്കൾക്ക് മറുപടി നൽകാം. ഒരു പ്രത്യേക ഘട്ടത്തിൽ അഴിമതി കേസുകൾ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പൊടിതട്ടിയെടുക്കുമ്പോഴാണ് വിമർശനം ഉണ്ടാകുന്നത്. അഴിമതി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഏത് ഘട്ടത്തിൽ നിങ്ങൾ പരിശോധിക്കുന്നു, ആർക്കൊക്കെ എതിരെയുള്ളത് മാത്രം പരിശോധിക്കുന്നു എന്നിടത്താണ് നിങ്ങൾ പ്രതിരോധത്തിലാകുന്നത്. അതിന് താങ്കൾക്ക് മറുപടി നൽകാം. നേരത്തെ പ്രതിപക്ഷത്തിരിക്കുകയും നിങ്ങളുടെ ഭാഗത്തേക്ക് വരികയും ചെയ്ത നേതാക്കൾക്കെതിരെ ഏതൊക്കെ ഘട്ടത്തിൽ അന്വേഷണം നിലച്ചു എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ ഉദാഹരണങ്ങൾ കൂടിയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോൾ അജിത് പവാറിന്റെ കാര്യത്തിൽ 40,000 കോടിയുടെ അഴിമതിയാണ് ഉയർന്നിരുന്നത്. അജിത് പവാർ നിങ്ങളുടെ പക്ഷത്തേക്ക് വന്ന ശേഷം കേസേ ഇല്ല.
ആ തരത്തിൽ എത്ര നേതാക്കളുടെ പേരുകൾ ഉയർത്തിക്കാട്ടാനാകും? ഇവിടെ ഉദ്ധവിനെ വീഴ്ത്തിയ ശേഷം അവിടെ നിന്നുള്ള ഒരൊറ്റ നേതാവും CBI ED സ്കാനറിൽ വന്നിട്ടില്ല. അപ്പോൾ അതും നമ്മുടെ മുന്നിൽ ഉദാഹരണമാണ്. വേറെയും ഒരുപാട് പേരുകളുണ്ടല്ലോ. താങ്കൾക്ക് മറുപടി നൽകാം. സ്മൃതി, ഞാനൊന്നിത് വായിക്കുമ്പോൾ ഒന്ന് ഇടപെടരുത് ദയവ് ചെയ്തിട്ട്. കാരണം സ്മൃതിയും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയും പറഞ്ഞൊരു കാര്യത്തിന്മേൽ എൻ്റെ ഒരു മറുപടിയാണ്. ഇതിലെന്തെങ്കിലും അപാകത സ്മൃതി പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ പിൻവലിക്കുകയും ചെയ്യാം. 2023 മാർച്ച് മാസം 16 ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂഡൽഹി റിപ്പോർട്ട്, ED കൊടുത്ത റിപ്പോർട്ടാണ്. സിൻസ് 2005 the Enforcement Directorate, one of the premier investigating agencies in India handling economic offence, has registered 5,906 cases. Of them, the agency has managed to dispose 25 cases, out of which 24 was convicted. That while making a claim of 96% of the conviction rate. അതായത് ഈ 2005 മുതൽ 23 വരെയുള്ള 18 കൊല്ലം എന്ന് പറഞ്ഞാൽ 9 കൊല്ലത്തെ UPA ഗവൺമെന്റിന്റെ ഭരണവും 9 കൊല്ലത്തെ NDA ഗവൺമെന്റിന്റെ ഭരണത്തിനുമിടയ്ക്ക് 25 കേസാണ് ഡിസ്പോസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ വിധി പറഞ്ഞിട്ടുള്ളത്. അതിൽ 24 ശിക്ഷിക്കപ്പെട്ടു. അതാണ് നേരത്തെ സ്മൃതി പറഞ്ഞ് ശിക്ഷിച്ചെണ്ണം. ഇതിന് എത്ര ലാഘവത്തോടു കൂടിയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ LDFന്റെ നേതാവൊക്കെ ഇവിടെ വന്ന് 2015 മുതൽ. ഇത് തെറ്റാണെങ്കിൽ പരസ്യമായിട്ട് ഞാനത് പിൻവലിക്കാം. സ്മൃതി പറ. ഒന്നാമത്തെ മറുപടി എൻ്റെ അതാണ്. രണ്ടാമത്തത്, ഇപ്പോൾ പറയുന്നു ഞങ്ങൾ വിരളി പൂണ്ടുകൊണ്ടാണ്. ഞങ്ങൾക്ക് എന്തിനാ സർ വിരളി? ഡൽഹിയിൽ ആം ആദ്മി 2019 രാജ്യത്തെ മുഴുവൻ മാധ്യമ പ്രവർത്തക സർവേ, കേരളത്തിലെ സർവേ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, BJP തകർന്നു പോവും. അന്ന് ഡൽഹിയിൽ ഞങ്ങൾക്ക് 56.9% വോട്ട് കിട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയ 22.5, ആപ്പിന് കിട്ടിയ 18. ഇത് രണ്ടും കൂട്ടിയാൽ 40% വോട്ട്. ഈ 40% വോട്ടുള്ള നിങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ എന്തിനു ഭയക്കുന്നു? പക്ഷെ ഞങ്ങൾ ഇവിടെ ചെയ്ത ഒരു കാര്യം സ്മൃതി, ഈ കേസിന്റെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് 2002, അതായത് 22 ജൂലൈ മാസം 31-നാണ്. അതായത് ദേശീയ പാർട്ടി പദവി ആപ്പിന് ലഭിച്ച ശേഷം, പ്രസിഡന്റ് അതിന് ആഴ്ചകൾക്ക് ശേഷം. മനസ്സിലായില്ല. ആപ്പിന് ദേശീയ പാർട്ടി പദവി ലഭിച്ച ആഴ്ചകൾക്ക് ശേഷമാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ജൂൺ മാസം 3-ാം തീയതി ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ, ഇദ്ദേഹമാണ് ഈ കേസിന്റെ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയുടെ അന്വേഷണവും ഒപ്പം തന്നെ കമ്മീഷണർ ഓഫ് പോലീസ് ഡൽഹിയുടെ അന്വേഷണവും ആവശ്യപ്പെട്ട് ആദ്യമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. പിന്നീട് കമ്മത്ത് നടന്ന പൊതുയോഗം, ആന്ധ്രാപ്രദേശിലെ കമ്മത്തിൽ നടന്ന തെലുങ്കാനയിൽ നടന്ന പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി പറയുക, ഇത്രയും വലിയൊരു കുംഭകോണം ഡൽഹിയിൽ നടന്ന് അതിന്റെ പങ്ക് പറ്റിയവളാണ് കവിത, ഇവരെയൊക്കെ പിടിച്ച് ഉള്ളിലിടണം എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി അല്ലേ? അജയ് മാക്കൻ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കൂടെ വേദി പോലും പങ്കിടത് അത്ര വലിയ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് ഈ പത്രസമ്മേളനം നടത്തിയത് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള അജയ് മാക്കൻ അല്ലേ? അപ്പൊ ഞങ്ങൾ ഈ ചോദിക്കുന്ന സ്മൃതി, രാജ്യത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ട ചില കഥകൾ വരുമ്പോൾ വലിയ മൈതാന പ്രസംഗം നടത്തി ഘോരഘോരം അങ്ങ് പ്രസംഗിക്കുകയും പ്രതികളെ പിടിക്കുമ്പോൾ അയ്യോ ഞങ്ങള് വേട്ടയാടിയേ ജനാധിപത്യം പോയേ എന്ന് പറയുന്നല്ലോ ഇവർ. ഞാൻ ചോദിച്ചോട്ടെ, എന്തേ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത്? ശരി ശ്രീ പ്രകാശ് ബാബു, താങ്കൾ ചോദിച്ച ഒരു ചോദ്യം അത് കോൺഗ്രസിനുള്ള ചോദ്യമാണ്. മറുപടി പറയും. അതെ, സത്യമാണ്. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. അല്ല, ഒരു മിനിറ്റ്. അല്ല, താങ്കളുടെ മറുപടി തന്നെയാണ്, താങ്കളോട് തന്നെയാണ്. അല്ല പ്രകാശ് ബാബു, ഒന്ന് കേൾക്കൂ. താങ്കൾ ഈ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു മറുപടിയുണ്ട്, താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത് കോൺഗ്രസിനോടുള്ള ചോദ്യമാണല്ലോ. കോൺഗ്രസ് ആണല്ലോ മദ്യനയ അഴിമതി ആദ്യം ഉന്നയിച്ചത്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞോട്ടെ. അതിനു മുമ്പ് താങ്കൾ എല്ലാത്തിനും ഓരോന്നിനും മറുപടി പറയുന്നത് കൊണ്ട് എനിക്കുള്ളൊരു ചോദ്യം, കേന്ദ്ര ഏജൻസികൾ 95% പ്രതിപക്ഷ പാർട്ടികളെ മാത്രം വേട്ടയാടുന്നത് എന്തുകൊണ്ട്? താങ്കൾ ഏതായാലും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്, അതിനൊന്ന് മറുപടി പറയൂ. 2004 മുതൽ 14 കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു ഇപ്പറഞ്ഞ അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന, ഇനി അതല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷം ഇല്ല, LDFും കോൺഗ്രസിൽ ഒന്നാണ്, ഏതെങ്കിലും BJPയുടെ നേതാക്കൾക്കെതിരെ അങ്ങനെയുള്ള 2014 തുടർച്ചയായിട്ടുള്ള നിങ്ങളുടെ 2014 മുമ്പ് ഇന്ത്യ രാജ്യം ഇല്ലേ?
ഞാൻ നിങ്ങളുടെ കാര്യമാണ് ചോദിച്ചത്. 2014 നിങ്ങൾ മുമ്പ് വന്ന ഇന്ത്യ ബ്രിട്ടീഷ് ശേഷം അധീനതയിലായിരുന്നു. ഇല്ല, നിങ്ങൾ വന്ന ശേഷമുള്ള കണക്കാണ്. അല്ലല്ല, നിങ്ങൾ ശ്രീ പറയുന്ന പ്രകാശ് കാര്യം മാത്രം ബാബു, പറയാനൊന്നല്ല ഞാൻ നിങ്ങൾ വന്നത്. അധികാരത്തിൽ വന്ന നിങ്ങൾ ശേഷമുള്ള കണക്കാണ്. നരേന്ദ്രമോദിയുടെ കാര്യം മാത്രം പറയാനല്ല. അല്ല, മോദിയുടെ കണക്ക് പറയാനില്ലേ? ആ പറയുമ്പോ പൊളിഞ്ഞു പോകുമോ? ഈ രണ്ടുപേര് പറയുമ്പോ നല്ല ഭയഭക്തി ബഹുമാനത്തോടു കൂടി അങ്ങോട്ട് ഇരുന്നു കൊടുത്തല്ലോ. അവര് പറയുന്നത് മുഴുവൻ കേട്ട് ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇരുന്നു കൊടുത്തല്ലോ. എനിക്ക് മിനിമം ഒന്ന് മറുപടി പറയാനുള്ള അവസരം എന്താ? അത് മറുപടിയാണല്ലോ ചോദിക്കുന്നത്. 2004 മുതൽ 14 വരെ പ്രതിപക്ഷത്തുള്ള ആൾക്കെതിരെ കേസ് എടുത്തിട്ടില്ല എങ്കിൽ അഴിമതി നടന്നിട്ടില്ല എന്നേ ഞാൻ വിശ്വസിക്കുള്ളൂ. ഞാൻ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്ന ആളാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളാണ്. 2004 മുതൽ 14 വരെ UPA ഭരിക്കുമ്പോ പ്രതിപക്ഷത്തിനെതിരെ കേസ് എടുത്തിട്ടില്ലെങ്കിൽ അന്ന് അഴിമതി നടന്നിട്ടില്ല എന്നേ ഞാൻ വിശ്വസിക്കുള്ളൂ. ഞാൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളാ. 2014 മുതൽ 24 വരെ 95% പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ കട്ടിട്ടാണ്, അഴിമതി നടത്തിയിട്ടാണ്. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജിയെ ED ചോദ്യം ചെയ്ത BJP പരാതി കൊടുത്തോണ്ടാണോ? അഴീക്കോടുള്ള ഹയർ സെക്കൻഡറി കുംഭകോണം BJP ആണോ പരാതി കൊടുത്ത? CPM അല്ലേ? K സുധാകരനെ ED ചോദ്യം ചെയ്ത BJP പരാതി കൊടുത്തോണ്ടാണോ? കരുവന്നൂരിൽ CPM-ന്റെ നേതാവ് AC മൊയ്തീൻ മുൻ മന്ത്രി ചോദ്യം ചെയ്ത BJP പരാതി കൊടുത്തോണ്ടാണോ? ഇങ്ങനെ നിങ്ങളുടെ ഒറ്റപ്പെട്ട ചോദ്യം ചോദിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് പോകരുത്. നല്ല മറുപടിയാണ് കേരളത്തെ സംബന്ധിച്ച്. കേരളവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നല്ല മറുപടിയാണ്. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തെ ബാക്കി 10 കേസുകൾ എടുത്തിട്ടൊന്നും താങ്കൾ പറയില്ല. അല്ലല്ല, ഒരു കാര്യം ഞാൻ വിശദീകരിച്ചോട്ടെ സ്മൃതി. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ സ്മൃതി, ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു അന്വേഷണം നടക്കുന്ന ഒരു വ്യക്തി, അതായത് ആരോപണ വിധേയമായവർക്കെതിരെ തങ്ങളുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ, അവർക്ക് ഈ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിൽ പോകാം, ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയിലും പോകാം. എന്താ ഇവിടെ ഊണിലും ഉറക്കിലും ഉച്ചയ്ക്കും നട്ടപ്പാതിരാക്കൊക്കെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോകുന്ന ടീമല്ലേ? ഇതിപ്പോ അഴിമതി നടത്തി പിടിക്കുമ്പോ അയ്യോ ഞങ്ങൾ ആകെ പ്രതിപക്ഷമാണ്, വേട്ടയാടുന്നു എന്നല്ല പറയേണ്ടത്. രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിൽ പോകട്ടെ, ഹൈക്കോടതിയിൽ പോകട്ടെ, വിചാരണ കോടതിയിൽ പോകട്ടെ. സ്മൃതി നേരത്തെ പറഞ്ഞല്ലോ അപ്രൂവൽ എന്താണ് മാപ്പുസാക്ഷി? സ്മൃതി ഒന്നെടുത്ത് 306 വകുപ്പ് ഒന്നെടുത്ത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ 306 വകുപ്പ് ഒന്നെടുത്ത് വായിക്ക്. അത് ED അങ്ങനെ കൊടുത്താലൊന്നും മാപ്പുസാക്ഷിയാക്കില്ല. 306 of CRPC വായിച്ചാൽ, അത് വായിച്ചവർക്കറിയാം, ഒരു അന്വേഷണ ഏജൻസി ഏതെങ്കിലും ഒരു കേസിൽ സംശയകരമായ രീതിയിൽ ഒരുപക്ഷെ അതിലെ ഒരു പ്രതിയെ മാപ്പുസാക്ഷി ആക്കിയാൽ കേസ് സുഗമമായി തെളിയിക്കാൻ പറ്റുമെന്നുള്ളൊരു സാഹചര്യം വരുമ്പോ അവരാണ് കോടതിയിൽ അങ്ങനെ ഇങ്ങനെയൊന്നും മാപ്പുസാക്ഷിയാക്കില്ല എന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും മാപ്പുസാക്ഷിയാക്കില്ല എന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ മുന്നിലുള്ള തെളിവ് എന്നുള്ളത് ആദ്യം ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് കേജ്രിവാളിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം കേജ്രിവാളിനെ കണ്ടു എന്ന് പറയുന്നു. പിന്നീട് മാപ്പുസാക്ഷിയാകുന്നു. പിന്നീട് ഇലക്ട്രൽ ബോണ്ട് വഴി 59 കോടി BJPക്ക് നൽകുന്നു. ഇതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. അത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുന്നുമില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് അത് വിശദീകരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ 95% കേസ് പറ്റുന്നില്ലല്ലോ. ഇത്രയും ഗുരുതരമായ ആരോപണം നിങ്ങളൊക്കെ ഉന്നയിക്കുമ്പോ ഇതൊന്ന് കോടതിയിൽ ചോദ്യം ചെയ്യാൻ നടുപ്പുറത്ത് നട്ടലുള്ള ആരും ഈ പാർട്ടിയിലൊന്നും ഇല്ല. നടുപ്പുറത്ത് നട്ടലുള്ളവരൊക്കെ കോടതിയിലേക്ക് പൊക്കോളും. നടുപ്പുറത്ത് നട്ടലുള്ളവരൊക്കെ കോടതിയിലേക്ക് പോയിട്ട് തന്നെയാണല്ലോ ഇലക്ട്രൽ ബോണ്ടിൽ തീരുമാനമുണ്ടായത്. അങ്ങനെയാണല്ലോ. ചാനലിൽ വന്ന് ജഡ്ജിമാരായിട്ട് കാര്യമില്ല. ശരിയാണെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിയമം ലംഘിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ പ്രകാശ് ബാബു ഉന്നയിച്ചതുപോലെ കോൺഗ്രസ് ആണല്ലോ മദ്യനയ അഴിമതി ആദ്യം ഉന്നയിച്ചത്. അജയ് മാക്കന്റെ ഒക്കെ വാർത്താ സമ്മേളനം, പിന്നീട് രാഹുൽ അത് എടുത്ത് നടത്തിയ പ്രസംഗം, അതാണ് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ ആപ്പിന് എല്ലാ പിന്തുണയും നൽകുന്നു. അതിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ടാണല്ലോ ഡൽഹിയിൽ ആപ്പ് വന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, എല്ലാ നിയമസഹായവും വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയം എന്തെന്ന് BJP ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി BJP ചോദിച്ചു എന്നുള്ളത് പറയുന്നതിന് മുമ്പ് തന്നെ സ്മൃതി, ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞായിരുന്നു, ഇത് കോൺഗ്രസ് തന്നെയാണ് ആദ്യം കേജ്രിവാളിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഇപ്പോഴും ആ അഴിമതി ആരോപണത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു വിധത്തിലും പിന്നോട്ട് പോയിട്ടില്ല. നമ്മൾ ആ അഴിമതി ആരോപണത്തിൽ ഒരു വിധത്തിലും പിന്നോട്ട് പോയിട്ടില്ല. പക്ഷേ നമ്മൾ ഇവിടെ മുമ്പോട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കഴിഞ്ഞ മനീഷ് സിസോദിയനെ ഫെബ്രുവരി 2023 അറസ്റ്റ് ചെയ്തിട്ട് 1 വർഷമുണ്ടായി. ഞങ്ങൾ അപ്പൊ തന്നെ ഇത് ഉന്നയിച്ചാണല്ലോ. ഇത്രയും നാള് എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ വൈകി?
ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു? കാരണം അവർ ഇന്ത്യ മുന്നണിയിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ ആ പ്രതിപക്ഷ ഐക്യം അല്ലെങ്കിൽ ആ പ്രതിപക്ഷ അലയൻസ് തെരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ളത് BJPക്ക് ഉറപ്പായതുകൊണ്ടും ഡൽഹിയിലും പഞ്ചാബിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായപ്പോഴും അതുകൊണ്ട് ഉടനെ തന്നെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, ആപ്പിനെ ദുർബലമാക്കുകയും ചെയ്യുന്നു. ആപ്പിന്റെ ഇനി 2 ദിവസത്തിന് ശേഷം ഇപ്പൊ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച പോലെ തന്നെ 2 ദിവസത്തിന് ശേഷം ആപ്പിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു കഴിഞ്ഞാലും അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു സർപ്രൈസ് ഒന്നും ഉണ്ടാവത്തില്ല. അതിൻ്റെ അകത്ത് ഇതിന്റെ അപ്പുറവും ചെയ്യാനായിട്ട് BJP തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ BJP പറയുന്ന ആ ഒരു ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. കാരണം ഞങ്ങൾ തന്നെയാണ് ആദ്യം ആ ആരോപണം ഉന്നയിച്ചത്. അതിനുശേഷമാണ് മനീഷ് സിസോദിയുടെ അറസ്റ്റും എല്ലാം ഉണ്ടായത്. ശരി, പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള ഒരു കൊല്ലം ചോദ്യം ചോദിച്ചോട്ടെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള ഈ കേസെടുക്കൽ ആണ്. കൺസെന്റോടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാനൊന്ന് സംസാരിച്ചില്ല. ഞാൻ പ്രകാശ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഞാനൊന്ന് സംസാരിച്ച് തീർത്തോട്ടെ ഒന്ന്. സോറി. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, സ്മൃതി 40,000 കോടി രൂപയുടെ അജിത് പവാറിന്റെ കാര്യം പറഞ്ഞു. അത് 70,000 കോടി രൂപയാണ്. എന്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യാതൊരു വിധത്തിലുള്ള നടപടിയും അവർ മന്ത്രിസഭയിൽ BJPയുടെ കൂടിച്ചേർന്നതിന് ശേഷം ചെയ്യുന്നില്ല? രണ്ടാമത് പറഞ്ഞത്, ആദർശ് കുംഭകോണത്തില് അശോക് ചവാനെതിരെ 2019 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ വന്ന് പ്രസംഗിച്ചാണ് എൻ്റെ പ്രിയ സഹോദരിമാരെ, പത്നിമാരെ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഭടന്മാരുടെ പത്നിമാരെ, നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളുടെ മുഴുവൻ കാശെടുത്ത് കട്ടുകൊണ്ട് പോയൊരു കള്ളനാണ് അശോക് ചവാൻ എന്നുള്ളത്. ആ അശോക് ചവാന് നിങ്ങൾ രാജ്യസഭ സീറ്റ് കൊടുത്തപ്പോഴത്തേക്കും ഈ അഴിമതി മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയോ? PM കെയർ ഫണ്ടില് 20,000 കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം നിങ്ങൾ പറയുന്നു അത് സർക്കാരിന്റെ ഫണ്ടല്ല. പിന്നെ ഈ ഫണ്ട് ആരുടെയാണ്? ഇത് ആരുടെ ഉത്തരവാദിത്തം? നരേന്ദ്രമോദി തന്നെ അഴിമതിക്ക് നരേന്ദ്രമോദി തന്നെ അഴിമതിക്ക് വിധേയനാണ്, അല്ലെങ്കിൽ അഴിമതി ആരോപണം നേരിടുന്നു, ശക്തമായിട്ടുള്ള അഴിമതി ആരോപണം നേരിടുന്നു. അഡ്വക്കേറ്റ് MR അഭിലാഷ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് MR അഭിലാഷ്, കേജ്രിവാളിനെ സംബന്ധിച്ച്, ആപ്പിനെ സംബന്ധിച്ച് ഇനി നിയമപരമായ സാധ്യതകൾ എന്താണ്? ഇതിപ്പോൾ ജയിലിൽ നിന്ന് ഭരിക്കും എന്നുള്ളതാണ് ആപ്പ് ആവർത്തിച്ച് പറയുന്നത്. ഇന്നിപ്പോൾ ജയിലിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി ജലവിഭവവുമായി ബന്ധപ്പെട്ട് ജലവിതരണവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കുറിപ്പായി നൽകി. അത് അതിഷി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ എത്ര കാലം ഭരിക്കാനാവും? കാരണം പ്രത്യേകിച്ച് സന്ദർശകർക്ക് രണ്ട് സന്ദർശകരെ മാത്രമേ 2 ആഴ്ചയ്ക്കുള്ളിൽ സമ്മതിക്കുകയുള്ളൂ എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഭരിക്കാനാകും? ഒരിക്കലും പ്രായോഗികമായ ഒരു വഴിയല്ല. പക്ഷെ ഒരു പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് എന്നുള്ള നിലയിലാണ് ആപ്പ് നേതൃത്വം ഒരുപക്ഷെ ഇത്തരത്തിലൊരു നിലപാട് എടുത്തിട്ടുണ്ടാവുക. ഇപ്പൊ അദ്ദേഹത്തിന്റെ അറസ്റ്റിന്റെ സമയം തന്നെ ഇലക്ഷനും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയൊക്കെ കോണ്ടെക്സ്റ്റിൽ വേണം നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് അറസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തപ്പോ അവരൊരു രാഷ്ട്രീയ മറുതന്ത്രമായിട്ട് തന്നെ നേതൃത്വം ജയിലിൽ ഇരുന്ന് ഭരിക്കുമെന്ന് പറയുകയാണ്. പ്രായോഗികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഭരണഘടനാ പ്രകാരം മുഖ്യമന്ത്രിയാണ് ലഫ്റ്റനന്റ് ഗവർണറെ ഉപദേശിക്കേണ്ടത് ഭരണം എങ്ങനെ നടത്തണമെന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ നിയമപരമായ ഒരു അറസ്റ്റിലാണ് എന്നുള്ളത് കൊണ്ട് PMLA നിയമവും CRPCയും ഒക്കെ അനുശാസിക്കുന്ന തരത്തിൽ നിയമപരമായിട്ടുള്ളൊരു തടങ്കലിലാണ്, ഒരു ജുഡീഷ്യൽ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് തടങ്കലിലും കസ്റ്റഡിയിലേക്കും പോകുന്നത് എന്നതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജയിലിലിരുന്ന് നിയമപരമായിട്ട് ഭരിക്കുക എന്നത് പ്രായോഗികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ആപ്പിന്റെ നേതൃത്വം ഒക്കെ അവർക്ക് ഒരു വലിയ പൊളിറ്റിക്കൽ സെറ്റ് ബാക്കാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പം ആ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് എന്നുള്ള നിലയിലായിരിക്കാം ഈ ഒരു നിലപാട് എടുത്തിട്ടുണ്ടാവുക. പ്രായോഗികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുള്ള ഒരു കാര്യമാണ്. നിയമപ്രകാരം ഒരു പ്രൊഹിബിഷൻ നമുക്ക് പറയുവാൻ കഴിയില്ല എങ്കിൽ തന്നെയും ഏറ്റവും ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവായിട്ടുള്ള മുഖ്യമന്ത്രി എങ്ങനെയാണ് ജയിലിൽ കിടന്ന് ഭരിക്കുവാൻ കഴിയുക? അപ്പം നമുക്ക് കാത്തിരുന്ന് കാണണം എങ്ങനെ സാഹചര്യം ഇവോൾവ് ചെയ്ത് വരും എന്നുള്ളത്. ഇത് ഈ വീഡിയോ കോൺഫറൻസിംഗ് വഴിയൊക്കെ ഭരിക്കാൻ കഴിയുമെന്ന് പറയുന്നു. പക്ഷെ അതിനും ജയിൽ അധികൃതരുടെ അനുമതി വേണം. ജയിൽ അധികൃതരുടെ അനുമതിക്കൊക്കെ ഇനി സാധ്യത കുറയുകയല്ലേ? തീർച്ചയായിട്ടും 239A(b) പ്രകാരം ഭരണഘടനാ തകർച്ച ഉണ്ടായി ഡൽഹിയിൽ എന്ന രീതിയിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ റിപ്പോർട്ടോ അല്ലെങ്കിൽ റിപ്പോർട്ട് ഇല്ലാതെയുള്ള നിഗമനത്തിന്റെ പുറത്തോ അവിടെ ഭരണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുവാൻ ഈ ഒരു സാഹചര്യം ഉപയോഗിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നാം അത്ഭുതപ്പെടേണ്ടതില്ല. നേതൃത്വം മാറി
അടുത്ത പ്രബലമായ ആപ്പ് ലീഡർ ഭരണത്തിലേക്ക് വരുന്നതായിരിക്കാം ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു നിലപാട്. കാരണം PMLA നിയമത്തിന്റെ 45-ാം വകുപ്പ് അനുസരിച്ച് ബെയില് കിട്ടുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. കുറ്റം ചെയ്തിട്ടില്ല എന്ന ആരോപണ വിധേയൻ തന്നെ തെളിയിക്കുകയും വേണം അല്ലേ? കുറ്റം ചെയ്തിട്ടില്ല എന്ന് അതായത് ജാമ്യം കൊടുക്കുന്നതിന് അങ്ങനെയല്ല, ജഡ്ജിക്ക് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുവാൻ, നിരപരാധിയാണ് എന്ന നിഗമനത്തിലേക്ക് ജഡ്ജിക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ജഡ്ജി എത്തിച്ചേരുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുള്ള മൊഴികളിലെ ഇൻകൺസിസ്റ്റൻസി, അതായത് വൈരുദ്ധ്യം മാത്രമേ, മൊഴിയുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഭിലാഷ്, ഇപ്പോൾ ആപ്പ് പ്രധാനമായും അതീഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അഴിമതി ഉണ്ട് എങ്കിൽ കോഴപ്പണം എവിടെ? കോഴപ്പണത്തിന് തെളിവ് ഇതുവരെ കൊണ്ടുവരാൻ ഇഡിക്ക് സാധിച്ചിട്ടില്ല. മൊഴിയല്ലാത്ത തെളിവില്ല. ഈ ശരത് ചന്ദ്ര റെഡ്ഡിയുടെ മൊഴിയാണ് ഉപയോഗിക്കുന്നെങ്കിൽ അത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ ശരത് ചന്ദ്ര റെഡ്ഡി എങ്ങനെയൊക്കെയാണ് പിന്നീട് മൊഴി മാറ്റിയത്, മാപ്പ് സാക്ഷിയായത്, പിന്നീട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത്, ഇതൊക്കെയുള്ള പ്രധാനപ്പെട്ട തെളിവുകളായി ആപ്പ് പറയുന്നു. അത് എത്രത്തോളം കോടതിയിൽ നിലനിൽക്കുന്ന ശക്തമായ തെളിവുകളാണ്? അല്ല, അവരുടെ ഉത്കണ്ഠ രാഷ്ട്രീയപരമായിട്ട് വളരെയധികം പ്രസക്തിയുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ ഇപ്പം അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇപ്പോ ഡൽഹിയില് ഇത്തരത്തിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ പണം ഗോവയിൽ തെരഞ്ഞെടുപ്പിന് വിനിയോഗിച്ചു എന്ന ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഈ ആരോപണം എങ്ങനെ അവർ തെളിയിക്കുമെന്ന് ചോദിക്കുന്നത് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. ഈ മൊഴി കൊടുത്തയാള് തന്നെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കുകയാണ്. അപ്പം ഇതിനകത്തെ രാഷ്ട്രീയ സങ്കീർണതകൾ ഒരുപക്ഷെ നിയമത്തിന്റെ ലളിതമായ വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സങ്കീർണതകളും ഗൂഢാലോചനകളും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. അതിനുള്ള സാധ്യത തള്ളിക്കളയുവാൻ കഴിയില്ല. പക്ഷെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ശരിക്ക് മൊഴികളിലെ ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിന്റെ പുറകിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതൊക്കെ അത് കോടതിയിൽ വിചാരണ നടക്കുമ്പോഴും ഈ മൊഴി കൊടുക്കുന്ന വ്യക്തിയെ ക്രോസ് എക്സാമിനേഷൻ ഒക്കെ നടത്തുമ്പോഴാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വെളിയിലേക്ക് വരിക. ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു പരിശോധനയിലേക്ക് കോടതിക്ക് കടക്കുവാൻ കഴിയില്ല. പക്ഷേ നിരവധി കേസുകളിൽ ഡൽഹി ഹൈക്കോടതി ഉൾപ്പെടെ PMLA നിയമത്തിന്റെ വെളിച്ചത്തിൽ ജാമ്യം കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? മൊഴികളിലെ അതിപ്രകടമായിട്ടുള്ള വലിയ വൈരുദ്ധ്യത ചൂണ്ടിക്കാട്ടി ജാമ്യം കൊടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് ആ രീതിയിൽ മാത്രമേ അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം കിട്ടുവാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുള്ളൂ. ഇപ്പം സിസോദിയയ്ക്കാണെങ്കിൽ കൂടിയും കഴിഞ്ഞ ഒക്ടോബറിൽ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നിരസിക്കുമ്പോൾ, അപ്പീലിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരസിച്ചപ്പോൾ പറഞ്ഞത് അടുത്ത 4 തൊട്ട് 6 മാസത്തിനുള്ളിൽ ഈ അന്വേഷണം വിചാരണ പൂർത്തിയാക്കണം, അല്ല എങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വീണ്ടും ജാമ്യാപേക്ഷ കൊടുക്കുകയും അത് അനുഭാവപൂർണ്ണം പരിഗണിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും കാലയളവ് അദ്ദേഹം ജയിലിൽ കിടക്കുകയായിരിക്കും. അപ്പോ പറഞ്ഞു വന്നത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങുക എന്നത് നിയമപരമായിട്ടുള്ള വളരെ വിദൂരമായിട്ടുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ മൊഴികളിൽ പ്രകടമായ വൈരുദ്ധ്യം ഉണ്ടാകണം. അപ്പോ ഈ ഉന്നയിക്കപ്പെടുന്നത് പൊളിറ്റിക്കലി വളരെ പ്രസക്തമായിരിക്കാം, ചിലപ്പോൾ അത് സത്യവുമായിരിക്കാം. കാരണം ഈ ഇലക്ട്രൽ ബോണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ ഇത്തരത്തിൽ മൊഴി കൊടുത്തിട്ടുള്ളവരാണ് എന്ന് തെളിയിക്കപ്പെടുകയും ഈ ആപ്പ് ഈ പണം സ്വരൂപിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ടാണ് എന്നിരിക്കെ രാജ്യമെമ്പാടും വളരെ സ്വാധീനത്തോടുകൂടി BJP ഇലക്ഷൻ ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ഈ പണം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്നതാണല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ ക്യാമ്പയിനു വേണ്ടി പാർട്ടികളെല്ലാം തന്നെ അവിശുദ്ധമായ കൂട്ടുകെട്ടുകളിലൂടെ പണം ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ പ്രകടമായ ഒരു സത്യമായിരിക്കെ ആ ഒരു ആരോപണം മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കപ്പെട്ട തെളിവുകളുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ജയിലിൽ പോയത്. കോടതിക്ക് പരിമിതികൾ ഉള്ളത് കൊണ്ട് ഇപ്പൊ കോടതിയിൽ നിന്ന് ഇതിന്റെ ഒരു രാഷ്ട്രീയപരമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ ഒരു പരിശോധനയോ അല്ലെങ്കിൽ നാം കാണാൻ ശ്രമിക്കുന്ന രീതിയിൽ അനുഭാവപൂർണമായിട്ട് അതിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ ഒരു വിശകലനമോ ഒന്നും ഉണ്ടാവുകയില്ല. ജയിലിൽ കിടന്ന് ഭരിക്കുക എന്നുള്ളത് തീർത്തും അപ്രായോഗികമാണ്. ഒരു നീണ്ട ജയിൽവാസം തന്നെയാണ് അദ്ദേഹത്തിന് ഇനിയിപ്പോ നമുക്ക് ഈ ഒരു അവസരത്തിൽ കാണാൻ കഴിയുക. അല്ലെങ്കിൽ മൊഴികളുടെ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടുകയുണ്ടാകണം. ശരി, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് MR അഭിലാഷ് പറഞ്ഞത്. ചിലേക്ക് ശ്രീ നിതീഷ് നാരായണൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് MR അഭിലാഷ് പറഞ്ഞത് കേട്ടല്ലോ. ആപ്പിന്റെ കാര്യത്തിൽ, കേജ്രിവാളിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷകൾ വേണ്ട എന്ന്. അപ്പോൾ അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ ഏത് രൂപത്തിൽ ബാധിക്കാനാണ് ഇരിക്കുന്നത്, പ്രത്യേകിച്ച് ഡൽഹി തെരഞ്ഞെടുപ്പിൽ?
അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രശ്നത്തെ നമ്മൾ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടല്ലല്ലോ കാണുന്നത്. കഴിഞ്ഞ എത്രയോ വർഷകാലമായിട്ട് എങ്ങനെയാണ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വിവിധ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ ശബ്ദങ്ങളെയും തങ്ങൾക്കെതിരായ എല്ലാ നീക്കങ്ങളെയും BJP വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും അല്ലെങ്കിൽ വിലക്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ കള്ളപ്പണം ഇല്ല എന്നോ അഴിമതി കേസുകൾ നടക്കുന്നില്ല എന്നോ ഒന്നുമല്ല ആരും പറയുന്നത്. മറിച്ച് BJPയുടെ പാളയത്തിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും BJPക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോഴേക്കും കള്ളപ്പണ കേസുകൾ ഇല്ലാതാവുകയും അല്ലാത്ത മുഴുവൻ ആളുകളെയും വേട്ടയാടുകയും ചെയ്യുന്നൊരു കാര്യവും നമ്മൾ കാണുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ അല്ല ഇന്ത്യയിൽ ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ആൾ. എത്രയോ ആളുകളെ കണ്ടു. ആനന്ദ് തേൽത്തുംഡെ ഇന്ത്യ കണ്ട ഏറ്റവും ദിഷണാശൈലിയായിട്ടുള്ള മനുഷ്യരിലൊരാളായിരുന്നു ആനന്ദ് തേൽത്തുംഡെ. EPW ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ അക്കാഡമിക് ഗ്രന്ഥങ്ങളിൽ ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് ജാതിയെക്കുറിച്ചൊക്കെ എത്രയോ ഗംഭീരമായ പഠനം നടത്തിയ പണ്ഡിതനായിട്ടുള്ള ആനന്ദ് തേൽത്തുംഡെ. അദ്ദേഹത്തെ എത്ര നാളാണ് അദ്ദേഹത്തെ ജയിലിൽ കിടത്തിയിട്ടുള്ളത്? ഒടുവിൽ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി കോടതിക്ക് മുന്നിൽ തെളിവിൻ്റെ ഒരു അംശം പോലും ഹാജരാക്കാൻ വേണ്ടി പറ്റാതെ അദ്ദേഹത്തെ ഈ കോടതി പിന്നീട് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുന്നത് നമ്മൾ കണ്ടു. ടീസ്റ്റ സെതൽവാദിൻ്റെ കേസ് നമ്മൾ കണ്ടു. ഫാദർ സ്റ്റാൻസ്വാമി ജയിലിൽ കിടന്ന് നരകിച്ച് അദ്ദേഹത്തെ കൊല്ലുന്നതിൻ്റെ കാഴ്ച ഈ രാജ്യം കണ്ടിട്ടുണ്ട്. എത്ര ആളുകളുടെ പേര് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെ തന്നെയാണ് രാഷ്ട്രീയ എതിരാളികളെയും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ മുഴുവൻ വിഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള തകർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയുടെ ഒരു ഭാഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ കേസ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. എത്ര കമ്പനികൾക്കാണ് ED കേസുകൾ ഉണ്ടായിരുന്നത്? ആദ്യം ED അന്വേഷണം വരികയും പിന്നീട് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുകയും ഇലക്ട്രൽ ബോണ്ട് കൊടുത്തതിന് ശേഷം ആ ED അന്വേഷണങ്ങൾ അവസാനിക്കുകയും ചെയ്തിട്ടുള്ള എത്ര കേസുകൾ നമ്മുടെ മുന്നിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് കള്ളത്തരമല്ല എന്ന്, ഇത് അഴിമതിയെ നിയമവിധേയമാക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന ഒരു സംവിധാനമല്ല എന്ന് ആർക്കാണ് പറയാൻ വേണ്ടി പറ്റുക? ജനാധിപത്യം എന്നാൽ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ. ജനാധിപത്യം എന്നാൽ ഈ പറയുന്ന സംവിധാനങ്ങൾ മാത്രമല്ലല്ലോ. എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ജനാധിപത്യം പ്രാവർത്തികമാക്കുന്നത് എന്നുള്ളതല്ലേ. ഇവിടെ എല്ലാ എതിർശബ്ദങ്ങളെയും രാജ്യദ്രോഹ കേസിൻ്റെ പേര് പറഞ്ഞ്, കള്ളപ്പണത്തിൻ്റെ കേസിൻ്റെ പേര് പറഞ്ഞ് വേട്ടയാടിക്കൊണ്ടേയിരിക്കുക. നേരത്തെ അദ്ദേഹം പറഞ്ഞു 23 കേസുകളിലാണ് ഈ പറയുന്ന കൺവിക്ഷൻ റേറ്റ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ഇന്ത്യയിൽ എത്ര ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഇതുപോലെ കേസിൽപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ. BJPയുടെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ED കേസെടുത്തിട്ടുള്ള, അന്വേഷണ ഏജൻസി കേസെടുത്തിട്ടുള്ള, അതിനുശേഷം BJPയുടെ പക്ഷത്ത് വന്ന ഒരാളുടെ പേരിൽ ഈ കൺവിക്ഷൻ ഉണ്ടായതിൻ്റെ കണക്ക് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുമോ? ഇല്ല. ചില കേസുകൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ നിലപാട് മാറ്റി BJPയുടെ പക്ഷത്ത് ചേർന്നിട്ടുള്ള ഒരാൾ പോലും പിന്നീട് ഇത്തരം അന്വേഷണ ഏജൻസികളുടെ കണ്ണിൽപ്പെട്ടിട്ടില്ല. അവർക്ക് ഇതിൻ്റെ ദുരിതം നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ പലരും പോകുന്നത്. കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരുടെയും അന്വേഷണം നിഷ്കളങ്കമാണ് എന്നോ അല്ലെങ്കിൽ അവർ നിരപരാധികളാണോ എന്നോ അല്ല. ഞങ്ങൾ പല കോൺഗ്രസ്സുകാർക്കും എന്തേ പോകേണ്ടി വരുന്നത്? ഇന്ത്യയിലെ 12 മുഖ്യമന്ത്രിമാരാണ് പഴയ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ പോയത്. ND തിവാരി ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, 3 തവണ മുഖ്യമന്ത്രിയായിരുന്ന, 1 തവണ ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ND തിവാരി, അശോക് ചവാൻ, ദിഗംബർ കാമത്ത്, അതുപോലെ തന്നെ ജഗദാംബിക പാൽ, അതുപോലെ പേമ ഗണ്ടു, അതുപോലെ വിജയ് ബഹുഗുണ, SM കൃഷ്ണ, എത്ര ആളുകളെയാണ്. ഇവരെല്ലാം ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകളാണ്. പല ആളുകളെയും BJP വിലക്കെടുത്തിട്ടുള്ളത് ED കേസിൻ്റെ പേര് പറഞ്ഞുകൊണ്ടും അത് ആരംഭിച്ചും കൊണ്ടാണ്. ഇങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇവർ വിലക്കെടുക്കുന്നതും തകർത്ത് കൊന്ന് കൊലവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന സുപ്രധാനമായ കടമ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യ സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാ കക്ഷികളും ഏറ്റെടുക്കേണ്ട ഒരു സമയമാണിത്. അത് ഏറ്റെടുക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ശരി, ശ്രീ പ്രകാശ് ബാബു ചുരുങ്ങിയ സമയത്തിൽ മറുപടി നൽകണം. ഒന്ന് മാത്യുവിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ടാണ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് ആപ്പ് ഒരു രാഷ്ട്രീയ എതിരാളിയാണ്. തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നേട്ടം കൊയ്യാൻ സാധ്യതയുള്ളൊരു സഖ്യമായി കോൺഗ്രസ് ആപ്പ് സഖ്യം മാറിയിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് വിവിധ സംസ്ഥാനങ്ങളിലായി ഗോവ, ഗുജറാത്ത്,
പഞ്ചാബ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലായി 160 MLA-മാരുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം വീണെങ്കിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൂടുതൽ MLA-മാരെ നേടാൻ സാധിച്ചല്ലോ. അപ്പോൾ ആ സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പാർട്ടി ഇല്ലാതാവുക എന്നുള്ളത് പ്രധാനമാണ്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഡൽഹിയിൽ. സ്മൃതി, അക്കാര്യത്തിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2019 ഞങ്ങൾക്ക് 56.9% വോട്ടിംഗ് പാറ്റേൺ ഉള്ള സ്റ്റേറ്റാണ് ഡൽഹി. ഈ ആപ്പും കോൺഗ്രസും ഒരുമിച്ചാൽ 40% ഉള്ളൂ. ഇനി അതിൻ്റെ മുന്നേ നടന്ന 2014 ഞങ്ങൾക്ക് 47% ഉണ്ട്. ആ സമയത്തും ഇവർ രണ്ടുപേരും ചേർന്നാൽ ഞങ്ങളുടെ അടുത്തെത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയ ഭീതിയുമില്ല. ഞങ്ങൾ 400 സീറ്റ് കടക്കാൻ ശ്രമിക്കുന്നവരാണ്, അവർ 40 സീറ്റ് കിട്ടുമോ എന്ന് ശ്രമിക്കുന്നവരാണ്. മറ്റേ പാർട്ടി ഒരു ഓട്ടോറിക്ഷയിൽ ആളെ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഇനി നേരത്തെ സ്മൃതി പറഞ്ഞല്ലോ, ഇവിടെ അരവിന്ദ് കെജ്രിവാൾ സ്മൃതി ഒരു മുഖ്യമന്ത്രിയാണ്. എന്താണ് ഈ ഇലക്ഷൻ സമയത്ത് അറസ്റ്റ് ചെയ്തു എന്നല്ലേ താങ്കൾ ചോദിച്ചത്? 2022 സെപ്റ്റംബറിൽ ആദ്യ അറസ്റ്റ് നടന്നു ഈ കേസിൽ. 2023 ഫെബ്രുവരിയിൽ സിസോദിയെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം താങ്കൾ നോക്കൂ സ്മൃതി, 2023 ഒക്ടോബർ മാസം 30 മുതൽ ഒക്ടോബറിൽ ഒരു സമൻസ് അയക്കുന്നു, ഡിസംബറിൽ 2 തവണ, ജനുവരിയിൽ 3 തവണ, വീണ്ടും ഫെബ്രുവരിയിൽ അയക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഒരു അല്ല 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 ഒന്ന് പറഞ്ഞോട്ടെ സ്മൃതി, ദയവ് ചെയ്തിട്ട് ഒരു പരിഗണനയെങ്കിലും തന്നൂടെ ഒന്ന് ഉത്തരം പറയുമ്പോൾ. അപ്പോൾ ഒരു മുഖ്യമന്ത്രി എങ്ങനെ ഒരു കേസിൽ സ്വാഭാവികമായിട്ടും മനീഷ് സിസോദിയയുടെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയതിൽ നിന്ന് എന്തോ ചോദ്യം ചെയ്തതിൽ ഇദ്ദേഹത്തിൽ നിന്ന് ലഭിക്കണമായിരിക്കുമല്ലോ. കൂട്ടുപ്രതികളെ ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്യേണ്ടി വരും. കവിതയെ കഴിഞ്ഞ ആഴ്ച ചോദ്യം ചെയ്തു, കവിതയോടൊപ്പം ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ED ഒരു മുഖ്യമന്ത്രിക്ക് 9 തവണ സമൻസ് കൊടുത്തിട്ട് വരാതിരിക്കാൻ ED എന്താ ഇപ്പൊ അവിടെ അരവിന്ദ് കെജ്രിവാൾ നീതി പാലിക്കണം എന്ന് പറഞ്ഞ് വീട്ടിന്റെ മുന്നിൽ സത്യാഗ്രഹം ചെയ്യാണോ വേണ്ടത്? അല്ലെങ്കിൽ ED ഓഫീസിലുള്ളവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി നീതി പാലിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ കുറ്റകൃത്യം ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കപ്പെടുന്നവരെ നിയമാനുസൃതമായി സമൻസ് അയച്ചു വരുത്തുമ്പോൾ അതിന് ഉത്തരം പറയണം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കല്യാണവും നൂലുകെട്ടും അതേപോലെ തന്നെ ജനാധിപത്യ തെരഞ്ഞെടുപ്പൊന്നും നോക്കില്ല. ഇവിടെ തെരഞ്ഞെടുപ്പാലും അല്ല തെരഞ്ഞെടുപ്പിന്റെ മൂത്താപ്പ് വന്നാലും ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇനി അല്ലല്ല, അജിത് സിംഗിനെതിരെ ഇല്ല, അശോക് ചവാനെതിരെ ഇല്ല. ഇതൊക്കെയാണ് നിങ്ങൾക്ക് നീതി, നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് എതിരാളികളാകുന്ന എന്റെ സ്മൃതി, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സ്മൃതി, അങ്ങനെ എന്തെങ്കിലും ആയിരക്കണക്കിന് പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കേരളത്തിലും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ എന്താ ചോദിക്കാത്ത? എന്താ മൊയ്തീനെ അറസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിക്കാത്ത? എന്താ നിങ്ങൾ മൊയ്തീനെ AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിക്കാത്ത? എന്തേ വർഗീസിനെ അറസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിക്കാത്ത? കരുവണ്ണൂരിലെ പാവപ്പെട്ടവന്റെ മാസങ്ങളോളമുള്ള അധ്വാനത്തിന്റെ ഫലം കൊണ്ടുപോയി ഇട്ട ആ പണം കൊള്ളയടിച്ച CPM നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തെന്താ ചോദിക്കേ? നിങ്ങൾ എന്താ ചോദിക്കാത്ത? മാസപ്പടി വാങ്ങിയ മുഖ്യമന്ത്രിയുടെ മകളെ എന്താ അറസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിച്ച കോൺഗ്രസ് അല്ലേ? ഇനി ഇവരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സംയുക്തമായിട്ട് സമരം നടത്തുമോ? ഞങ്ങൾക്കറിയണം. അജയ് മാക്കനും രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ നേതാക്കളും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതാ രാജ്യം മുഴുവൻ ഇങ്ങനെ നിലവിളി കൂട്ടുമ്പോൾ എന്റെ ചോദ്യം, നിങ്ങൾ ഈ കോൺഗ്രസ് തന്നെ ആവശ്യപ്പെട്ടതോ? മുഖ്യമന്ത്രി എന്താ ചോദ്യം ചെയ്യാത്ത? മുഖ്യമന്ത്രിയുടെ മകളെ എന്താ ചോദ്യം ചെയ്യാത്ത? ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ രാജ്യവ്യാപകമായി നടക്കുന്നത് എന്ന് നിലപാടേ ഉള്ളൂ. അഴിമതി നടത്തിയാൽ കുറ്റകൃത്യം ചെയ്താൽ ഏത് കൊലക്കമ്പനാലും അവകാശ ലംഘനമുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശ ലംഘനമുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകണം. അതുകൂടെ പറയൂ. നിങ്ങൾക്ക് ഈ രാജ്യത്തെ രാജ്യത്തെ കോടതിയിൽ വിശ്വാസമുണ്ടോ? നേരം പുലർക്കുമ്പോൾ താങ്കൾ ഈ ചില കാര്യത്തിൽ മാത്രം കോടതിയുടെ കാര്യം ചോദിക്കണ്ട, ചില കാര്യത്തിൽ നിങ്ങൾ ഈ കോടതിയുടെ കാര്യം ചോദിക്കണ്ട. ചോദിക്കും. ഇലക്ട്രൽ ബോണ്ട് വിധിയിൽ എന്താണ് അമിത്ഷാ പറഞ്ഞത്? നരേന്ദ്രമോദിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വിധിയിൽ എന്താണ് അമിത്ഷാ പറഞ്ഞത്? അതിലപ്പുറമൊന്നുമില്ല. ഇലക്ട്രൽ ബോണ്ട് വിധിയിൽ എന്താണ് അമിത്ഷാ പറഞ്ഞത്? സ്മൃതി, ഇലക്ട്രൽ ബോണ്ടിന്റെ പൈസ വെച്ചവരാണല്ലോ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത്. രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അല്ലല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ കോടതിയിൽ വിശ്വാസം താങ്കൾ ഈ ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് ആ കോടതി വിധിയോടുള്ള ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഇതിന് സമയമില്ല.
ശ്രീ മാത്യു ആന്റണി പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, സ്മൃതി, ഞാൻ ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് അതിലൊരു നരേന്ദ്രമോദി ഭയമില്ല, നിങ്ങൾക്ക് ഭയക്കണ്ട. അഴിമതി എല്ലാം നടത്തിയിരിക്കുകയാണ്. കയ്യിലല്ലേ? ഒരു മിനിറ്റ്, ഞാനൊന്ന് മാത്യു ആന്റണിക്ക് കൂടി സമയം കൊടുക്കട്ടെ. ഇവിടെയെങ്കിലും സമയം കൊടുക്കട്ടെ. കോൺഗ്രസ് തയ്യാറാവോ അന്വേഷണത്തെ നേരിടാൻ? ശരി, ശ്രീ മാത്യു ആന്റണി വേഗം പറഞ്ഞു. കൈതോലപ്പായയിൽ വെച്ച പണത്തിന്റെ അന്വേഷണം നേടാൻ തയ്യാറാവോ? മാത്യു ആന്റണി വേഗം പറഞ്ഞു. കോൺഗ്രസ് ഏത് അന്വേഷണം തയ്യാറാണ്? ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞു നിർത്തുന്നു. നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ നേരിട്ട് പങ്കാളിയാണ്. അതിന് രണ്ട് ചോദ്യങ്ങളെ ഞാൻ വെക്കുന്നുള്ളൂ. വരുമാനം 400 കോടിയുള്ള കമ്പനിക്ക് 1340 കോടി രൂപ ഡൊണേഷൻ കൊടുക്കാൻ സാധിച്ചു. എവിടെ നിന്ന് ഈ ഫണ്ട് വരുന്നു? 400 കോടി രൂപ വരുമാനമുള്ള കമ്പനിക്ക് 1340 കോടി രൂപ ഡൊണേഷൻ കൊടുക്കണമെങ്കിൽ ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നു? പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ചാണല്ലോ ശ്രീ പ്രകാശ് ബാബു. പക്ഷേ നിങ്ങൾ കേന്ദ്ര ഏജൻസികളെ വിട്ട് അന്വേഷണം നടത്തി ഭയപ്പെടുത്തിയ ശേഷം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ചോദ്യം. അവർക്ക് 400 കോടി രൂപ വരുമാനമുള്ള സ്വകാര്യ അന്വേഷണ ഏജൻസി അങ്ങനെ കണ്ടെത്തിയോ? പിന്നെ അന്വേഷണമില്ല, കേസുമില്ല. റിപ്പോർട്ടറിന്റെ സ്വകാര്യ ഏജൻസിയുടെ കണ്ടുപിടുത്താണോ പറഞ്ഞു? ഞങ്ങൾ ഇവിടെ റെയ്ഡുകൾ നടന്ന 14 സ്ഥാപനങ്ങളെങ്കിലും പിന്നീട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കണക്കുകളുണ്ടല്ലോ. എല്ലാം പുറത്തു വന്നില്ലേ? എല്ലാം പുറത്തു കമ്പനികളിലെടുത്തുനിന്ന് ഡൊണേഷൻ മേടിച്ചു കൊടുത്തിട്ട് അവരെ എല്ലാ ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കിയത് രാജ്യത്തോട് ചെയ്യുന്ന വഞ്ചനയല്ലേ, രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ്. മരുന്നുകൾ ഗുണനിലവാരമില്ലാത്ത മരുന്നുകളാണ് കൊടുത്തത്. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ബഹുമാനം കൊണ്ട് തന്നതാണ്. എങ്ങനെ വാങ്ങി? പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ച് വാങ്ങി. നിങ്ങൾ എങ്ങനെ വാങ്ങി? നിങ്ങൾ ആരിൽ നിന്നൊക്കെ വാങ്ങി എന്നുള്ളതാണ് പ്രശ്നം. ബിജെപി ഓട് പൊളിച്ചു വാങ്ങിയതല്ല. എവിടേക്കൊക്കെയാണ് അന്വേഷണ ഏജൻസികളെ വിട്ടത്? അവരിൽ നിന്ന് വാങ്ങിച്ചു. അല്ലല്ല, നിങ്ങൾ സ്മൃതിയെ ഇതിലും നല്ലത് കോൺഗ്രസിന്റെ പ്രതിനിധിയെ സ്മൃതിയുടെ കസേരയിൽ ഇരുത്തിയിട്ട് സ്മൃതിക്ക് താഴെ വന്നിരിക്കുന്നത്. താങ്കൾക്ക് മറുപടി പറയാനില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? താങ്കൾക്ക് അശോക് ചവാനെ കുറിച്ച് പറയാനില്ല, താങ്കൾക്ക് അജിത് പവാറിനെ കുറിച്ച് പറയാനില്ല, താങ്കൾക്ക് ശിവരാജ് സിംഗ് ചൗഹാനെ കുറിച്ച് പറയാനില്ല. കേട്ടവർക്കറിയാം ആർക്ക് അസ്വസ്ഥത ഉണ്ടായെന്ന്. ഈ ചർച്ച 400 കോടി രൂപ വരുമാനമുള്ള കമ്പനിക്ക് 1340 ആ ഫണ്ട് എവിടുന്ന് കിട്ടി? ആ ഫണ്ടിനെ കുറിച്ച് എന്തുകൊണ്ട് ഇഡി അന്വേഷിക്കുന്നില്ല? ആ ഫണ്ടിനെ കുറിച്ച് എന്തുകൊണ്ട് CBI അന്വേഷിക്കുന്നില്ല? അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഉൾപ്പെട്ട അഴിമതിയാണിത്, നേരിട്ട് ഉൾപ്പെട്ട അഴിമതിയാണിത്. തവണ സുപ്രീം കോടതിയിൽ പോകുന്ന ടീമല്ലേ അഭിഷേക് സിംഗ് ജി? സുപ്രീം കോടതിയിൽ തന്നെ താമസമല്ലേ? നിങ്ങൾ എന്തേ ജനങ്ങളെ വഞ്ചിക്കും? നിങ്ങൾ കോടതിയിൽ പോകണം സർ. ശരി, ആരാണ് ജനങ്ങളെ വഞ്ചിക്കുന്നതെന്ന് ജനം തീരുമാനിക്കട്ടെ. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി ശ്രീ പ്രകാശ് ബാബു, നിതീഷ് നാരായണൻ, അഡ്വക്കേറ്റ് MR അഭിലാഷ്, ശ്രീ മാത്യു ആന്റണി. Debate with Smriti Parthikad.